ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. മട്ടന്നൂരിൽ കായിക വിനോദങ്ങൾക്കായി വരുന്നു ഹാപ്പിനെസ് കോംപ്ലക്സ്. മട്ടന്നൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ ലയൺസ് ക്ലബിന്റെയും ഉദയ ക്ലബിന്റെയും സഹകരണത്തോടെ പൊതുജന പങ്കാളിത്തത്തോടെയാണ് ഹാപ്പിനെസ് കോംപ്ലക്സ് നിർമ്മിക്കുന്നത്. മട്ടന്നൂർ നഗരത്തിൽ തലശ്ശേരി റോഡിലാണ് കോംപ്ലക്സ് നിർമ്മിക്കുന്നത്. മട്ടന്നൂരിന്റെ പ്രവേശന കവാടത്തിൽ തലശ്ശേരി റോഡിൽ ഇപ്പോഴത്തെ സബ് രജിസ്ട്രാർ ഓഫീസിനു സമീപം തലയെടുപ്പോടെ നിന്ന വോളിബോൾ കോർട്ടും പരിസരവുമാണ് ഹാപ്പിനെസ് കോംപ്ലക്സിനായി വഴിമാറുന്നത്. വോളിബോളിൽ മട്ടന്നൂരിന്റെ പാരമ്പര്യം തിരികെ പിടിക്കുന്നതിനും കായിക വിനോദ വിജ്ഞാന മേഖലയുടെ വികസനവും ലക്ഷ്യമിട്ടാണ് മട്ടന്നൂരിൽ ഹാപ്പിനെസ് കോംപ്ലക്സ് സ്ഥാപിക്കുക. 20 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കുക. ഫ്ലഡ് ലൈറ്റ് സൗകര്യത്തോടുകൂടിയ വോളിബോൾ ടർഫ് കോർട്ട്, ചുറ്റിലുമായി കുട്ടികളുടെ പാർക്ക്, പ്രഭാത സായാഹ്ന സവാരിക്കായി നടപ്പാത, ഓപ്പൺ ജിംനേഷ്യം, ദീപാലങ്കാര ോടുകൂടിയ പൂന്തോട്ടം, കഫ്തീരിയ, ശൗചാലയം തുടങ്ങിയവയാണ് ഹാപ്പിനെസ് കോംപ്ലക്സിലുണ്ടാവുക. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെയാണ് പദ്ധതി നടപ്പാക്കുക. നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ നിന്ന് 5 ലക്ഷം രൂപ കേന്ദ്രം നിർമ്മിക്കാൻ ചെലവഴിക്കും. ബാക്കി തുക പൊതുജനങ്ങളിൽ നിന്നും സംഘടനകളിൽ നിന്നും സമാഹരിക്കാനാണ് ലക്ഷ്യം. ഇതിനകം തന്നെ പദ്ധതിയുടെ ഭാഗമായുള്ള നിർമ്മാണ പ്രവൃത്തികൾ ഏറ്റെടുക്കാനും സാമ്പത്തിക സഹായം നൽകാനും നിരവധി പേർ മുന്നോട്ട് വന്നു കഴിഞ്ഞു. വോളിബോളിൽ നിരവധി ദേശീയ താരങ്ങളെ വാർത്തെടുത്ത മട്ടന്നൂർ ഉദയ ക്ലബ്ബാണ് കായിക ഭൂപടത്തിൽ മട്ടന്നൂരിന്റെ സ്ഥാനം ഉറപ്പിച്ചത്. മട്ടന്നൂർ ലയൺസ് ക്ലബിന്റെയും ഉദയ ക്ലബിന്റെയും പ്രവർത്തനങ്ങളുടെ ഫലമായാണ് മട്ടന്നൂർ കനാൽക്കരയിലെ പഴശ്ശി പദ്ധതിയുടെ ഭാഗമായ സ്ഥലം ജലസേചന വകുപ്പ് അനുവദിച്ചത്. വോളിബോൾ കോർട്ടും കുട്ടികളുടെ പാർക്കും നിർമ്മിക്കാനാണ് സ്ഥലം നൽകിയിരുന്നത്. വിമാനത്താവള നഗരമായ മട്ടന്നൂരിൽ മികച്ചൊരു സ്റ്റേഡിയം ഇല്ലാത്തത് കായിക മേഖലയുടെ വളർച്ചയ്ക്ക് പരിമിതിയായിരുന്നു. സ്കൂൾ മൈതാനങ്ങളിലാണ് കായികമേളകളും മറ്റും നടത്തിവരുന്നത്. ടർഫുകൾ വന്നതോടെ നാട്ടിൻപുറങ്ങളിലെ മൈതാനങ്ങളിലും ആളുകൾ എത്തുന്നത് കുറയുകയാണ്. വോളിബോൾ കോർട്ടിനൊപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കും സമയം ചെലവഴിക്കാനുള്ള വിനോദ കേന്ദ്രമെന്ന നിലയിലും ഹാപ്പിനെസ് പാർക്ക് ഉപയോഗപ്പെടുത്താനാകും. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.